ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം ഇത് എൻ്റെ ഒരു സങ്കടം പറയണമെന്നല്ല കേട്ടോ, നേരെ മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്താണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് നിൽക്കുന്നവരൊക്കെ പോകണമെന്ന് നിങ്ങൾ അറിയണം. മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം ഒരാൾ ഫേസ്ബുക്കിൽ വന്നിട്ട് തന്നെ നല്ല ചീത്ത വിളിക്കണ്ടായി, കമൻറ്റിലൂടെ ചീത്ത വിളിക്കണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇതിന് മുന്നേ ഇവൻ ഈ വിളിച്ചേക്കണതും അതിൻ്റെ മേളിലൊക്കെ ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഹൈ എൻഡ് ചീത്ത തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ അപ്പോൾ ഞാനത് എങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്യണം, അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പല രീതിയിലായിരിക്കും അത് കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഞാൻ മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും വ്യത്യസ്തമായിട്ട് ഞാൻ നിൽക്കാറുള്ളത്. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ എന്താ പറയുക 2, 3, 4 തവണയൊക്കെ എനിക്ക് ചിലപ്പോൾ തോണ്ടിയാൽ ചിലപ്പോൾ മിണ്ടില്ല, പക്ഷേ അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുള്ളൂ. ചിലവർ നേരെ മറിച്ചായിരിക്കും, ചിലവർ ഒറ്റ തോണ്ടിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യാം. പിന്നെ ചില സാഹചര്യങ്ങൾ ബേസ് ചെയ്ത് ചില കാര്യങ്ങളിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം എന്നിങ്ങനെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ കൂട്ടുകാരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു, എടാ ആ ലിങ്ക് ഇങ്ങോട്ട് തന്നെ നമുക്ക് അവന് ചീത്ത വിളിക്കാം, അല്ലെങ്കിൽ തിരിച്ച് അത് ചെയ്യാന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറയും, എടാ ഇത് സങ്കടപരമായിട്ട് ഞാൻ ഇട്ടതല്ല, ഇതൊക്കെ നമ്മൾ തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് മറ്റുള്ളവർ അറിയണം. അതിനുവേണ്ടി മാത്രം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇട്ടാണ്. എനിക്കിപ്പോൾ അവൻ അവിടെ ഇരുന്ന് എവിടെയോ ഇരുന്ന് ഒരാൾ എന്നെ ചീത്ത വിളിച്ചെന്ന് വെച്ചാൽ എൻ്റെ മേത്ത് ബാധിക്കണില്ല. പിന്നെ അതിന് മുന്നൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ചീത്ത വാക്കനെ തെറിയെന്നൊക്കെ പറയണല്ലോ, സത്യം പറയാൻ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു കണ്ടൻ്റായിരുന്നു. അതായത് ഒരാളെ നമ്മളൊരു കസേരയിൽ കെട്ടിയിട്ടിട്ട് അവന് ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവന് 2-3 ദിവസം അവന് ചീത്ത തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കി അവൻ്റെ മുമ്പിലിരുന്നിട്ട്. ഇവന് ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കസേരയിൽ നിന്ന് കെട്ടഴിച്ച് വിട്ടിട്ട് അവൻ്റെ മുമ്പിലിരുന്ന് പിന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല, അവനത് ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് എത്തും. ആ പറഞ്ഞാലാണ്. പിന്നെ ചില സാഹചര്യങ്ങളുണ്ട്, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ നേരെ മുമ്പിൽ വന്നിട്ടാണ് ഒരാവശ്യമില്ലാണ്ട് ചിലപ്പോൾ വിളിക്കുന്നത്, നമ്മളും ചിലപ്പോൾ തിരിച്ച് വിളിച്ചു. നമുക്ക് ഇതൊക്കെ കേട്ടും പഠിച്ചിട്ടും അറിവും എല്ലാം ഉള്ളതാണ് അതിനെക്കുറിച്ച്. ഇതിനൊരു വലിയൊരു ഡിഗ്രി തന്നെ നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞാൽ ആ ലിങ്ക് ഇങ്ങടെ ഞങ്ങൾ പ്രതികരിക്കാമെന്നൊക്കെ പറയാം. അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയും. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. എനിക്കങ്ങനെ ഒരാളുടെ ഒരു എന്താണ്, ഞാൻ ഇന്നതാണെന്ന് വരുത്തി തീർക്കാൻ ഞാനായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നമ്മുടെ ഒരു ഏരിയയിലൊക്കെ ചോദിച്ചറിയായിരിക്കും. ഞാൻ എന്താണ് ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അപ്പുറത്ത് വേറെ കാണിക്കണ ആ ഒരു, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, അത് ഞാൻ നോക്കാറില്ല. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിരുന്നത് ഇവരിങ്ങനെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട, ഞാൻ വിളിച്ചാൽ എങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏതൊരുത്തും ചീത്ത വിളിച്ചു. പിന്നെ ഇത് ഞാൻ എന്താണ് ഒരു രസത്തിന് ഞാൻ പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, ഈ പ്രൊഫൈൽ വേറെ ആരെങ്കിലുമൊക്കെ ഫോട്ടോ ഇട്ടിട്ട്, ചിലപ്പോൾ ഷാരൂഖ് ഖാൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മുടെ ചീത്ത വിളിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഇട്ടിട്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് പക്ഷേ അവൻ്റെ പേഴ്സണൽ ഫോട്ടോ ഇട്ട് അവൻ്റെ കസിൻ സിസ്റ്ററൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ കുറേ പേരുടെ ഫോട്ടോയും മറ്റേതും ഒക്കെ ഇവൻ ടാഗ് ചെയ്തിട്ട് അവൻ്റെ ഇത് ഞാൻ പ്രൊഫൈൽ മൊത്തം ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വെറുതെ രസത്തിന് എന്ത് ചെയ്തു, ഇവനെ ഞാൻ ഇട്ടങ്ങോട്ട് ഭ്രാന്താക്കി. അത് ചീത്തയൊന്നും വിളിച്ചില്ല, അല്ലാത്ത രീതിയിൽ ഇവനെ മാനസികമായിട്ട് ഞാൻ വട്ടാക്കി. ഇവനപ്പോൾ അടുത്ത ചീത്ത വിളിക്കും. അപ്പോൾ ഞാനിതൊക്കെ എന്ത് ചെയ്ത്, ഞാനൊരു പണി ഒപ്പിക്കണ്ടായി. അപ്പോൾ ഞാൻ ഇവനോട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ക്ലൈമാക്സ് ചേട്ടൻ കൊണ്ടുപോകും കേട്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായി കമൻറ്റിലൂടെ. അപ്പോഴും അവൻ അടുത്ത ചീത്ത വിളിക്കും. ഞാനിത് എന്ത് ചെയ്തു, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എപ്പോഴും വെക്കണ്ടായിരുന്നു ഇവന് ഓരോന്ന് ഇടുമ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും ചീത്ത വിളിക്കാൻ പോയി. ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവനെ ചീത്ത വിളിച്ചത്, എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റേതായ കുറേ ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് പണിയുടെ തിരക്കുണ്ട്. അതിനിടയിൽ ഞാൻ ഇവനെ ചീത്ത വിളിച്ച് ഇവൻ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു തന്നെ. ഇവനിപ്പോൾ ദുബായിലെന്നാണ് എൻ്റെ പേര് ഞാൻ പറയാൻ കേട്ടോ. ആ ദുബായിൽ എവിടെ ഉള്ളപ്പോൾ ഇവൻ ചിലപ്പോൾ അവിടെ ഇനി വെറുതെ ഇരിക്കണമെങ്കിൽ എന്താണ് അവൻ ചീത്ത അടുത്തായിരിക്കും. ഞാൻ അതിൻ്റെ പുറകെ എന്ത് കാര്യം ഇരിക്കണം, ഇത് കാണുന്നതാ നമ്മുടെ വീട്ടുകാരടക്കം, അതായത് നമ്മുടെയും അവൻ്റെയും വീട്ടുകാരടക്കം കാണുന്നുണ്ട്. സംഭവം ശരിയാണ്, അവനെ തുടങ്ങിയത്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ഇപ്പോൾ കാണാമല്ലോ, ബാത്റൂമിലും അല്ലെങ്കിൽ ബെഡ്റൂമിലും ചെയ്യേണ്ട പല കാര്യങ്ങളും പബ്ലിക്കായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആർക്കും എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ഇപ്പോൾ ഞാൻ ജീവിക്കണമായിരുന്നു, നിങ്ങൾ ജീവിക്കണമായിരുന്നു, നിങ്ങൾ ജീവിക്കണമായിരുന്നു, ഞാൻ ജീവിക്കണം, അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, നമ്മൾ ജനിച്ച് വളർന്നത് കേരളത്തിലാണ്, അതിൻ്റെ ഒരു സംസ്കാരവും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഞാനൊരു ബാച്ചിലറാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് എന്തും കാണിക്കാമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത് മറ്റുള്ളവരും കൂടി, ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള മറ്റുള്ളവരൊക്കെ കാണാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ചിന്തിച്ചാൽ നല്ലത്. എന്നിട്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നണത് ചെയ്യുക. എല്ലാം നല്ലതാവണമെന്നില്ല, നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഞാനെപ്പോഴും പറയും, നമ്മുടെ യൂട്യൂബ് ചാനൽ മറ്റുള്ള യൂട്യൂബ് ചാനലായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ എൻ്റെ വഴിക്ക് വേറെ വഴിക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ എടുത്ത് റീച്ച് കിട്ടാത്തതെന്ന് എനിക്കറിയാം. ഈ നെഗറ്റീവ്സാണ് ആൾക്കാർക്ക് വേണ്ടത്, അത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടല്ല, നമ്മളായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടാണ്. കാരണം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു നമ്മളെങ്ങനെ കാണണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് അത് ഏത് യൂട്യൂബറോട് ചോദിച്ചാലും പറയും, ഒരു ഗോപ്രോ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാലുണ്ടല്ല, ചുറ്റുമുള്ളവരിങ്ങനെ നോക്കണത്, എവിടെ നോക്കിയാലും ഈ യൂട്യൂബേഴ്സിനെ കൊണ്ട് ശല്യമുള്ള എന്നുള്ള രീതിയിലാണ്. കാരണം അവർ കോമൺ ആയിട്ട് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി. അത് അവരും തെറ്റ് പറയാൻ പറ്റില്ല,
ഒരു ഓൾമോസ്റ്റ് ആൾക്കാർ കാണിച്ചു കൂട്ടണം അങ്ങനെയാണ്. അപ്പോൾ നമ്മളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, മറ്റാണ് നമ്മൾ മാന്യമായിട്ട് വീഡിയോ ചെയ്യാൻ ചിലയിടത്തുനിന്നായിരിക്കും കേട്ടോ പറഞ്ഞു വിട്ടാണ്. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷേ ഇതും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റീച്ചിന് വേണ്ടിയായിരിക്കും, പക്ഷെ നമ്മൾ ചിന്തിക്കുക അത് വേണോ വേണ്ടതെന്ന്. കാരണം നാളെ നമുക്ക് ചിലപ്പോൾ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരാളുടെ മുമ്പിലൊരു എന്താ പറയുക വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ഉള്ളിൽ അയാൾ എന്ത് നമ്മൾ കരുതുമെന്നും കൂടി ചിന്തിച്ചിട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു സൈഡ് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചിരിക്കണമെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കുമ്പോൾ പോട്ടെ അവനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് എന്താണോ നല്ലതെന്ന് തോന്നണം അത് ചെയ്യുക. അപ്പോൾ ഇവന് ഞാൻ എന്താണ് ഡീൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞ് ഒരു പാട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ പൂമാനമേ സോങ്ങില്ലേ, പൂമാനമേ സോങ് കേട്ടിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അല്ലാണ്ട് ചീത്തയൊന്നും വിളിച്ചിട്ടുണ്ടാ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് കിടന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവൻ അടുത്ത ചീത്ത വിളിക്കും. അപ്പോൾ ഇവൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവനറിയില്ല സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, ഈ ഒരു പരിധി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ സ്ക്രീൻഷോട്ടെല്ലാം കൂടി എന്താണ് കുറച്ച് 2 എടുത്തിട്ടുള്ളൂ, മുഴുവൻ എടുത്തില്ല, 2 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവനെ തന്നെ ടാഗ് ചെയ്ത് ഞാൻ ഇവനങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇവൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് ദുബായിലാണ്, ഇപ്പോൾ പേര് ദീപക് ധൻരാജ് എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാം കേട്ടോ, ഒന്ന് കാണും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ കള്ളക്കോണ്ടിൽ നിന്ന് അയക്കുക നമുക്ക് വലിയ ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ഒറിജിനൽ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിഷയമുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ മൈൻഡ് ചെയ്യാറില്ല പൂരം. പക്ഷേ ഇത് ഞാനൊരു രസത്തിന് ഒന്ന് പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനെങ്ങനെ നടന്നു ചെയ്യണം. നിങ്ങൾ അപ്പോൾ തന്നെ ചീത്ത വിളിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ അതിൻ്റെ സമയം കളഞ്ഞ് നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങൾ നമ്മുടെ കാര്യങ്ങളുണ്ടാവും. അവിടെ ഇരുന്നൊരു ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ മേത്ത് പറ്റണില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇന്നലെ ഞാൻ ഇതൊരായിട്ട് ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ട്രാവൽ പുള്ളിക്കാരൻ്റെ ഇതിൽ എന്താണ് പുള്ളിക്കാരൻ്റെ ഫാമിലിയുടെ അടിയിൽ വന്ന് ചീത്ത വിളിച്ച് എന്തോ കംപ്ലയിൻറ്റ് കൊടുത്തത് നല്ല രീതിയിൽ പണി കൊടുത്തെന്ന് പറയാം. അത് നല്ല കാര്യം, അത് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഫാമിലിയായിട്ട് നിൽക്കണ ഫോട്ടോയിലോ അല്ലെങ്കിൽ മനസ്സിലായില്ല അതിൻ്റെ അകത്തൊക്കെ വന്നിട്ട് വിളിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ ഇതിട്ടപ്പോഴത്തേക്കും ഞാൻ ചീത്ത വിളിക്കാൻ പോയി നമുക്കതിൻ്റെ ആവശ്യമില്ല, പോട്ടെ. പിന്നെ ഈ പറഞ്ഞ ഫാമിലി ആയിട്ട് ഇങ്ങനെ വിൽക്കുന്ന കടിയിലൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല നമ്മൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ചിലപ്പോൾ അവൻ്റെ മേടിൽ പോവും ചില കാര്യങ്ങളിൽ. അപ്പോഴായിരിക്കും അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്ഷമിക്കാൻ പറ്റാത്ര ക്ഷമിക്കുക. പിന്നെ എല്ലാവർക്കും ക്ഷമിക്കണേനും അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ ബേസ് ചെയ്തിരിക്കും ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ, അതും പറയാൻ പറ്റില്ല കേട്ടോ. അതൊന്നും എപ്പോഴും ഒരു മനുഷ്യൻ ഒരു പോലെ ഇരിക്കുമെന്ന് പറയാറില്ല. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവനാണ് ഏറ്റവും കൂടുതൽ തിരിച്ച് റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ ദീപക് ധൻരാജ് ആള് രാത്രിയായപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് ഇങ്ങനെ സാധനം ഇട്ടപ്പോൾ 3 തവണ പോസ്റ്റ് ചെയ്തിരുന്നു, ടാഗ് ചെയ്ത് 3 തവണ റിമൂവ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് മനസ്സിലായി ഇത് പണി കിട്ടും. കാരണം ഞാൻ 2 ഇതിട്ടിട്ടുള്ളൂ. അപ്പോഴും ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല. ഇവൻ വിളിച്ച് ചീത്തയൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ, രസത്തിനായിട്ട് ഇട്ട്. എന്നിട്ട് ഞാൻ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവന് ഓരോ പോസ്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മെയിൻ പോസ്റ്റ് ഒന്നും പറ്റണില്ല കളയാൻ. കാരണം എനിക്ക് വേണം വേറൊരാൾ ഇട്ടേക്കണോണ്ടായിട്ടാണ്. എന്നിട്ട് അതും അവൻ റിമൂവ് ചെയ്തെന്നാണ് എനിക്ക് തോന്നി. ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഇതൊന്നും കാണില്ല. പക്ഷേ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടായി. ഞാൻ നിങ്ങളെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് ബ്ലർ ചെയ്ത് വെച്ചാണ്. പേടിച്ചിട്ടില്ല, നേരെ മറിച്ച് നമ്മളായിട്ട് ഒരിത് വേണ്ട. കാരണം ആ അക്കൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ദീപക് ധൻരാജ് എന്ന് പറഞ്ഞ് ഞാൻ പേരെടുത്ത് പറഞ്ഞെന്ന് വെച്ച് ആളെ മനസ്സിലാവുമ്പോഴല്ല. പക്ഷേ ഈ ഒരു ചിലപ്പോൾ പിക്ചറും അല്ലെങ്കിൽ അതുകൊണ്ടാണ്. അല്ലാണ്ട് അത് ഞാൻ അവന് കൊടുക്കുന്ന ഒരു ഓഫറായിട്ട് കൂട്ടി മതി. അല്ലാണ്ട് അവനെ പേടിച്ചിട്ടോ മറ്റൊന്നുമല്ല. നമ്മുടെ ഒരു മര്യാദ നമ്മൾ എപ്പോഴും കാണിക്കണമല്ലോ, എന്ത് തന്നെ ആയാലും. അപ്പോൾ എനിക്കിത് റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് എനിക്ക് നേരിട്ട് ഇട്ടിട്ട് എന്നെ എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇനി വിളിക്കാൻ പറ്റുമോ, എഴുന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മളൊന്ന് താഴ്ന്നു കൊടുത്തെന്ന് വെച്ചാൽ ഒന്നും നമ്മുടെ പോകാനല്ല. അവൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ കാണിക്കാത്തത് ദീപക് ധൻരാജ് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇമാതിരി പരിപാടിക്ക് പോവാതിരിക്കുക. നീ കേട്ടാ, മനസ്സിലായി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബാധിച്ചിട്ടില്ല. പക്ഷേ ഞാനിത് വീഡിയോ ചെയ്ത് എനിക്ക് വിഷമമുണ്ടായിട്ടോ നിന്നെ കളിയാക്കണമല്ല. നേരെ മറിച്ച് ഇങ്ങനെ കുറേ പേര് നമ്മുടെ അനിയന്മാർ വരെ അല്ലെങ്കിൽ നാളെ ഇങ്ങനെ നിന്നെ പോലെയുള്ള ദീപക്ക് കേവോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനും നമ്മൾ എന്തിന് എവിടെ ഏത് രീതിയിൽ. ഇപ്പോൾ നിനക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ, ഞാനൊരു ആനയുടെ വീഡിയോ ഇട്ടായിരുന്നു. ആന എന്തുകൊണ്ടാണ് ഇങ്ങനെ പനയിൽ ഇങ്ങനെ കുത്തി മറിക്കാൻ നോക്കണമെന്ന് എന്തോ പറഞ്ഞിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇവനെ ഇട്ടത്. അപ്പോൾ ഇങ്ങനെ പലയിലും പോയി ഇടും. അത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാവും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും പല പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് വെറുതെ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കും. ഇപ്പോൾ കൂടുതലും ഞാൻ കാണുന്ന ഈ സെലിബ്രിറ്റീസിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലാണ്.
അവർ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും തെറ്റുന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫ് വാങ്ങാൻ പോകണമെന്ന്? അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന പണം അയാൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ ലൈഫ് എങ്ങനെ ജീവിക്കണം, അത് അയാൾ ചെയ്യേണ്ടത്. പിന്നെ അവർ ഈ ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു തെറ്റ് ചെയ്താൽ, ഇപ്പം ഞാൻ നടക്കുന്ന തെറ്റ് ചെയ്താൽ അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അവനവൻ ചെയ്യണതിൻ്റെ പ്രതിഫലം അവനവന് കിട്ടുമെന്ന് അറിയില്ലേ. പിന്നെ അത് വളച്ചൊടിക്കണ മാധ്യമങ്ങൾ പറയണത് കേട്ടോ, അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണെന്നല്ല, പല ന്യൂസുകളും ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ നെഗറ്റീവായിട്ടൊക്കെ ആയിട്ട് പലരും പോസ്റ്റ് ചെയ്യണം. അപ്പം അത് വായിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയി ചീത്ത വിളിച്ച് നമ്മളൊക്കെ എന്തെങ്കിലും സ്വയം മണ്ടന്മാരാകാതിരിക്കുക എന്നും കൂടി ഞാൻ പറഞ്ഞാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വാട്സപ്പിൽ ഞാൻ ചാറ്റ് ചെയ്തിട്ട് സങ്കടം മാറ്റുന്നുള്ളത് ഇതൊക്കെ തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകണത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണേ. ചിലവർക്ക് എന്ത് കാര്യത്തിനും എടുത്തിയാട്ടോ അതല്ല, ഞാനൊക്കെ നേരെ തിരിച്ചാണ്. അത് പല കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്താൽ പോലും എന്താണ് അത്രയും ഞാൻ സഹിച്ചു കഴിഞ്ഞിട്ട് ആ എൻഡിലായിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യണത്. അത് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങളും ഞാനും എല്ലാം മനുഷ്യരാണ്. സാഹചര്യങ്ങളെ ബേസ് ചെയ്തിരിക്കും. എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യർ ചിലപ്പോൾ ചിരിച്ചാണ് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചില സെലിബ്രിറ്റീസിൻ്റെ ഇതൊക്കെ കാണാറില്ല, എന്താണ് അയാൾ ചിരിച്ചു കാണിക്കില്ല, എന്ത് ചാടിയാണ് അയാൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും മാനസികാവസ്ഥയിൽ പോകണമായിരിക്കും, അല്ലെങ്കിൽ ആ നിങ്ങൾ കാണുന്ന വീഡിയോന് മുന്നേ അദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പറഞ്ഞ വ്യക്തി തന്നെ, ശേഷമായിരിക്കും ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ മാത്രം കണ്ടിട്ട് ഒരിക്കലും ഒരാൾ അടക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ന്യായീകരിക്കുകയോ അതിൻ്റെ അകത്ത് പോയി എന്തെങ്കിലും കമൻറ്റ് ഇടുകയോ അതൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞേട്ടാ. പിന്നെ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളൊക്കെയാണ് എൻ്റെ പേജിൻ്റെ ഐശ്വര്യം. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ഇതിനകത്തേക്ക് എന്താണ് അവിടെ സംഭവിക്കണമെന്നൊക്കെ അറിഞ്ഞിങ്ങനെ വന്നതല്ല. അപ്പോൾ ഞാനും ആ മൂഡിൽ തന്നെയാണ്. പക്ഷേ ദീപക്കെ ഇത് നിർത്തുക, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. എനിക്ക് ഇപ്പോഴും നിൻ്റെ ഫോട്ടോയ്ക്ക് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്, നിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താൽ പോലെ എല്ലാം എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ക്ലൈമാക്സ് ചേട്ടൻ കൊണ്ടുപോകുന്നു പറഞ്ഞായിരുന്നു ഞാൻ നിന്നോട്. അപ്പോൾ അത് വേണ്ട, എന്ത് കാര്യമായിരിക്കും നമുക്ക് അവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം വേണമല്ലോ. അപ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു 10 മിനിറ്റ് മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക. ഞാൻ പണ്ട് എനിക്കുണ്ടായിരുന്ന അനുഭവം, 10 മിനിറ്റ് മൊബൈൽ മാറ്റി വെച്ചു. ആദ്യം എൻ്റെ ലൈഫിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്തൊക്കെ നല്ലതൊക്കെ വിളിക്കുന്നുണ്ടല്ല, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആലോചിച്ച് ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എടുത്ത് ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതും കൂടി നമ്മൾ തരണം ചെയ്യണം. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉള്ളവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യണം. എന്നെ വിളിച്ചുകൊണ്ടല്ല, പലയിടത്തും പോയി ചെയ്യണം അതാണ്. പക്ഷേ പലർക്കും പല രീതിയിലായിരിക്കും ഇത് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഞാൻ വിഷുവിലെന്നും പറഞ്ഞ് വിടും, പക്ഷേ ചിലവർക്ക് അത് ഭയങ്കര ഫീൽ ചെയ്യുള്ളൂ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതൊരു ഫാമിലിയെ കാണല്ലേ. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കും പോലും നിങ്ങളോട് മൈൻഡിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ നിങ്ങൾ അങ്ങോട്ട് കയറി നിന്ന്. എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത ഞാൻ പേജൊന്നും ഫോളോ ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഫോളോ ചെയ്ത പേജിലാണെങ്കിൽ അനാവശ്യമായിട്ട് നെഗറ്റീവ്സോ എന്താണ് അനാവശ്യമായിട്ട് ഈ നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുക്കുന്നവർ ഞാനത് ഒഴിവാക്കി വിടാറുണ്ട്, അൺഫോളോ ചെയ്ത് കളയും. കാരണം എനിക്കത് താല്പര്യമില്ല. അല്ലാണ്ട് ഞാൻ അപ്പോഴും അവിടെ പോയിട്ട് ഞാൻ ചീത്ത വിളിക്കാറില്ല. നീ നിന്നെ എന്താണ് ഈ എഴുതി വെച്ചേക്കണമെന്നൊന്നും പറഞ്ഞ് ചീത്ത വിളിക്കാറില്ല. ഞാൻ ചിലപ്പോൾ അൺഫോളോ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ എഴുതി വിടാറുണ്ട്. ക്യാപ്ഷൻ പോരെ, ഇത് പലപ്പോഴായി ശ്രദ്ധിക്കണേ, അൺഫോളോ ചെയ്യണേ, അങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്ത് പഠിക്കുക. നേരെ കുറച്ച് ഇങ്ങനെ ചെയ്യാതെ അത് ചെയ്ത് പഠിക്കുക. അപ്പോൾ നല്ലവർ വളരുകയും ചെയ്യും, ചീത്തവർ താഴെ പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കുക. ഈ ഒരു കാര്യം നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് തോന്നി, എത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ പേജിൽ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടല്ലേ, പേജിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ, കട്ട സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോ. താങ്ക് യു, ബൈ.